ബിഗ് ബോസ് മലയാളം സീസൺ 6 നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു ഗബ്രി. എങ്ങനെ കളി ജയിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ താൻ പഠിച്ചില്ലെങ്കിലും തന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ള ഗെയിം വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് അയാൾ വന്നത്. പ്രത്യേകിച്ച് റീ എൻട്രിയിൽ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് പുറത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ജാസ്മിന് ചില ഹിന്റുകൾ കിട്ടിയിരുന്നു. എന്നാൽ ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി പുറത്തു വന്ന് എല്ലാം കണ്ടു, എല്ലാം കേട്ടു, എല്ലാം മനസ്സിലായി. എന്തിനേറെ ഗബ്രിയോടുള്ള ജാസ്മിന്റെ വീട്ടുകാരുടെ മനോഭാവവും ജാസ്മിന്റെ ബാപ്പയുടെ പുളിച്ച തെറിയും ഉൾപ്പെടെ എല്ലാം കേട്ടവനാണ് ഗബ്രി. ആ ഗബ്രി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് മടങ്ങിക്കയറിയത് ജാസ്മിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ടയോടുകൂടി മാത്രമാണോ എന്നുള്ളത് ഗബ്രിയുടെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ സംശയിക്കുകയാണ്. ജാസ്മിനോട് ഇടയ്ക്ക് ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് വരുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഞാൻ വരില്ലായിരുന്നു, പക്ഷേ നീ ഒരൊറ്റയാൾ മാത്രം കാരണമാണ് ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നത് എന്ന്. ജാസ്മിൻ ഇതൊക്കെ കേട്ടുകൊണ്ടങ്ങ് സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയാണ്. പക്ഷേ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം തനിക്ക് വിനയായി മാറുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നുണ്ടാവില്ലല്ലോ. സത്യത്തിൽ ഗബ്രി ആ വീട് വിട്ടു പോയതിനു ശേഷം ജാസ്മിനോടുള്ള ആ നെഗറ്റിവിറ്റി സമൂഹത്തിൽ കുറെ അധികം കുറഞ്ഞു തുടങ്ങിയതാണ്. ഒരുമാതിരിയൊക്കെ പോസിറ്റീവായി വരുന്നു എന്ന് ആൾക്കാർ തന്നെ സംസാരിച്ചു തുടങ്ങിയതുമാണ്. പക്ഷേ ഇപ്പോൾ ഗബ്രി തിരികെ കയറിയതിനു ശേഷം പഴയതിനേക്കാൾ ശക്തമായിട്ട് സമൂഹം ജാസ്മിനെതിരെ സംസാരിക്കുവാൻ തുടങ്ങി. അതിലേറെക്കുറെ ആൾക്കാർ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ്, അവളെ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഇവൻ വീണ്ടും അതിനകത്തേക്ക് കയറിയത് എന്ന്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുമായിരുന്നു, ഞാനായിട്ട് ജാസ്മിൻ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചു, ഈ ഫിനാലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ ജാസ്മിന്റെ തോളിൽ നിന്നും മാറുവാൻ ഗബ്രിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇപ്പോഴിതാ ഈ അവസാന നിമിഷത്തിൽ ഗബ്രി ജാസ്മിനോട് ചോദിച്ചിരിക്കുകയാണ്, കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും തരിക? പാവം ജാസ്മിൻ വല്ലാണ്ടൊക്കെ സ്നേഹിച്ചു പോയി ഗബ്രിയെ. അതുകൊണ്ട് ജാസ്മിൻ തുറന്നടിക്കുകയാണ്, പകുതി തന്നേക്കാം എന്ന് വെച്ചാൽ 25 ലക്ഷം രൂപ തന്നേക്കാമെന്ന്. ഗബ്രി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. ഉടൻ തന്നെ അയാൾ ചോദിക്കുകയാണ്, അത്ര മാത്രമേ തരത്തുള്ളൂ? കപ്പ് കിട്ടിയാൽ കപ്പിന്റെ പകുതിയും എനിക്ക് തരണ്ടേ? ജാസ്മിൻ ഗബ്രിക്ക് കപ്പിന്റെ പകുതി മാത്രമല്ല സ്വന്തം ജീവിതം തന്നെ കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള മണ്ടൻ ചോദ്യങ്ങൾ. അവസാന നിമിഷങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ജാസ്മിനെ തള്ളിയിടുവാൻ ഇപ്പോൾ ഏകദേശം 2ാം സ്ഥാനത്തെങ്കിലും ആയിരിക്കാം നിൽക്കുന്നത്. അവിടെ നിന്നും അവസാന സ്ഥാനത്തേക്ക് തള്ളിയിടുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള കളികൾ കളിക്കാം എന്നുള്ളത് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ സാമാന്യ ബോധവും അല്പം വെളവും സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ചോദിക്കാൻ മുതിരുമോ? ജാസ്മിനും ഗബ്രിയും എന്തു പറയുന്നു എന്നറിയുവാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ, നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാൽ പോലും അതിനെ വളച്ചൊടിച്ച് മറ്റൊന്നാക്കി മാറ്റുവാൻ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ, അവരുടെ മുൻപിലാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇപ്പോൾ ഗബ്രി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗബ്രിക്ക് തന്നെ അറിയാം ജാസ്മിൻ ഒരിക്കലും കപ്പടിക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയെങ്ങാനും കപ്പടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനായി ഞാനൊരു വഴിമരുന്നായി മാറുവാൻ ഒരിക്കലും പാടില്ല എന്നുള്ള ചിന്തയും അയാളുടെ ഉള്ളിലുണ്ട്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഉപയോഗിക്കുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.